ഹായ്, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സ്പെഷ്യലായ എല്ലാവരുടെ ഫേവറേറ്റായ മീൻ പൊള്ളിച്ചതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണ് വേണ്ടിയതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം മീൻ മസാല ഇടാം. അപ്പോൾ മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ 1 ടേബിൾ സ്പൂണ് നാടൻ മുളക് പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടിയത് 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടിയത് 2 ടേബിൾ സ്പൂണ് നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീര്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം വെയിറ്റ് വരും ഈ ആവോലിക്ക്. അപ്പോൾ 2 ആവോലിയാണ് ഞാനിവിടെ മീൻ പൊള്ളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ആവോലിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂടി മുളക് പൊടിയിൽ കുറച്ചും കൂടി മെഷർമെൻറ്റ് കുറച്ച് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല ചതച്ചത് തന്നെ എടുക്കണം, ടേസ്റ്റ് അല്ല. കുറച്ച് ചതച്ചതായിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഓപ്ഷനിലാണ്. ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കിട്ടും. ഇനി നമുക്ക് നാരങ്ങ നീരും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂട്ടി നന്നായി ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൈ എടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് എന്താ പറയുക, പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായി പേസ്റ്റ് ആക്കാം കേട്ടോ. ഈ പേസ്റ്റ് ശരിക്കും നല്ല ഉപ്പുണ്ടായിരിക്കണം, എന്നാലേ നമ്മളെ മീനിൽ നല്ല ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ മസാല റെഡിയാക്കാൻ. അങ്ങനെ ഞാനിവിടെ ആവോലിയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ വരച്ചിട്ടില്ലേ, ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലയൊക്കെ നന്നായി ഇതിനുള്ളിൽ പരട്ടി വെക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ആഴത്തിൽ നമുക്കിങ്ങനെ പരട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റ് അല്ലെങ്കിലും ഒരു 25 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ മീൻ, എന്നാലും നമ്മൾ മസാല നന്നായി പിടിക്കും. ആ സമയത്ത് നമുക്കൊന്ന് മസാല ഉണ്ടാക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് ചുവന്നുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ സവോളം കൂടി ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയത്. അപ്പോൾ ആദ്യം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും സവോള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ കേട്ടോ. ഇനി ഞാനിതിലോട്ട് നമ്മളെ പച്ചമുളകിൽ നമുക്കൊന്ന് കീറിയിട്ടാട്ടോ അതിലിടേണ്ടത്. ഒരു 3-4 പച്ചമുളക് കീറിയിട്ടിട്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതും കൂടി ഇതിലിട്ടിട്ട് നമുക്കൊന്നും കൂടി വഴറ്റാം. അതിനുശേഷം നമുക്ക് മസാലകൾ ഇടാൻ തുടങ്ങാം. അപ്പോൾ മസാലയൊക്കെ ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു ടീസ്പൂണ് മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ, ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം നമുക്ക്. എന്നിട്ട് വേറൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് മീൻ ഇടണ സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ പിടിക്കും.
ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി കാണും. അപ്പോൾ തന്നെ നമ്മൾ മീനൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞിട്ടിട്ടുണ്ടാവും. അങ്ങനെ നമുക്കൊന്ന് മറിച്ചിടാം. എന്നിട്ട് മറ്റേ പോർഷനും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈങ് പാൻ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സ്റ്റിക്ക് ആവാതിരിക്കും. അങ്ങനെ നമ്മൾ മീൻ ഇവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയിൽ എന്ത് ചെയ്യണം, നമ്മൾക്കൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി നന്നായി സ്ലൈസ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല. നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില നന്നായി കഴുകിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താലേ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ആദ്യം നമുക്ക് മസാല ഇട്ട് വെക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളെ മീൻ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇതേപോലെ മസാല അതിൻ്റെ മേലെ ഒന്നും കൂടി സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യണ പോലെ സ്പ്രെഡ് ചെയ്യണേ. കുറച്ച് കൂടുതൽ മസാല ഇടുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല മസാല ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മസാല ഇടുന്നുണ്ടേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വാഴയില വാട്ടിയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും. ഇനി എന്ത് ചെയ്യുക, വാഴയിലയുടെ ആ ത്രെഡില്ലേ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മുറുക്കി കെട്ടാം. ഇപ്പോൾ അതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അത്ര നല്ല പാനൊന്നും എടുക്കണ്ട. അപ്പോൾ ആ പാനിൽ നമുക്ക് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണതും എന്താ പറയുക, ലോ ഫ്ലെയിമിലാട്ടോ ചെയ്യണത്. മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഈ മസാല പിടിക്കണ പോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്നും കൂടി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ വാഴയില വേഗം എന്താ പറയുക അടി പിടിക്കും, അതേപോലെ കരിയും. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പൊള്ളിച്ചതിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം മാക്സിമം. അപ്പോൾ കുറച്ച് നാരങ്ങാനീരും അതേപോലെ കുറച്ച് സവാളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അടുത്തൊരു കപ്പ റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരണ വരെ ടാറ്റാ.